നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ വാമന മൂർത്തിയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പട്ടുകോണകം മാത്രം എടുത്ത് ഒരു കുട കയ്യിൽ പിടിച്ചുകൊണ്ട് കമണ്ടലു കയ്യിൽ ഏന്തിക്കൊണ്ട് കാല് ചെറുതായിട്ടൊന്ന് ഉയർത്തിക്കൊണ്ട് മഹാബലി താഴെ ഇരിക്കുന്ന രൂപത്തിൽ തൊഴുതുകൊണ്ട് താഴെ ഇരിക്കുന്ന രൂപത്തിൽ അങ്ങനെയായിരുന്നു ഇന്നത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്. ഇന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിനായിരുന്നു ഇന്നത്തെയും അലങ്കാരം ഉണ്ടായിരുന്നത്. എന്തായാലും ശ്രീ ഗുരുവായൂരപ്പൻ സുന്ദരനായിട്ടാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അനേകം ഭക്തരെ അനുഗ്രഹിക്കാൻ അനേകം തിരക്കുള്ള ദിവസങ്ങളിൽ പ്രത്യേക അലങ്കാരത്തിൽ വരുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് അല്ലേ. എന്തായാലും കൃഷ്ണന്റെ പാദത്തിലെ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനിശം ഹൃദി ഭാവയാമി. ഇന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ്, നിങ്ങൾ കാണുന്നത് വളരെ കുറവാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ഓണത്തിൻ്റെ തിരക്കുകളെല്ലാം ഉണ്ടായിരിക്കും അല്ലേ നിങ്ങളെല്ലാവർക്കും. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് പതുക്കെ കാണാമെന്ന് വെച്ചിട്ടായിരിക്കും അല്ലേ. അങ്ങനെ പതുക്കെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ലേറ്റസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാനത് കാണുള്ളൂ കേട്ടോ. കുറേ മുമ്പത്തെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്താൽ ഞാനത് കാണില്ല. ഞാൻ അടുത്തടുത്ത വീഡിയോൻ്റെ താഴെ മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ലേറ്റസ്റ്റ് വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇന്ന് നമുക്ക് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ പറയാം അല്ലേ. പരീക്ഷിത്ത് മഹാരാജാവിനെ അറിയില്ലേ എന്നൊക്കെ ഞാൻ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്നാലും ഇന്ന് പരീക്ഷിത്ത് മഹാരാജാവിനെ കുറിച്ച് പറയാം. പരീക്ഷിത്ത് ആരായിരുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. അർജുനന്റെ മകൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര, അഭിമന്യുവിൻ്റെയും ഉത്തരയുടെയും മകനായിട്ടാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ജനനം. അതായത് യുദ്ധത്തിൽ അഭിമന്യു കൊല്ലപ്പെടുമ്പോൾ ഉത്തര ഗർഭിണിയായിരുന്നു. അതിനുശേഷം ഈ പാണ്ഡവരുടെ വംശം മുഴുവൻ നശിച്ചു പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന് നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ഉത്തര ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിലകത്ത് കയറി ആ ഗർഭസ്ഥ ശിശുവിനെ ഒരു വിരലോളം മാത്രം നീളത്തിൽ അകത്ത് പ്രവേശിച്ച് ഗർഭപാത്രത്തിന് ചുറ്റും അദ്ദേഹം കാവൽക്കാരനായി നിന്നു. എന്നിട്ടാണ് ഈ പരീക്ഷിത്ത് മഹാരാജാവിനെ രക്ഷിച്ചെടുത്തത് അത്രേ. അതിനുശേഷം പാണ്ഡവരുടെ ആ ഒരു എന്താ പറയാ വാനപ്രസ്ഥം അവര് ആ രാജ്യം ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് പരീക്ഷത്തിനെ രാജ്യം ഏൽപ്പിക്കുകയും പരീക്ഷത്ത് മഹാരാജാവ് വളരെ ഭംഗിയായിട്ട് രാജ്യകാര്യങ്ങൾ എല്ലാം നോക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് പരീക്ഷിത്ത് എന്ന് പേര് വരാനുള്ള കാരണം ഇദ്ദേഹം ജനിച്ച സമയത്ത് എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. ഗർഭാവസ്ഥയിൽ ആരെയാണ് തന്നെ രക്ഷിച്ചത് എന്നാണ് ആ മുഖമാണോ എന്ന് നോക്കുകയാണ് അത്രേ ഓരോരുത്തരെയും കാണുമ്പോൾ ചെയ്തിരുന്നത്. അങ്ങനെ അവസാനം ഭഗവാനെ കണ്ടുപിടിക്കാനായിട്ട് ഓരോരുത്തരെയും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് പരീക്ഷിത്ത് എന്ന പേര് വന്നത് എന്നൊക്കെ കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ പരീക്ഷിത്ത് മഹാരാജാവ് വളരെ സത്യസന്ധനും നീതിമാനുമായിട്ടായിരുന്നു രാജ്യകാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. എന്നാൽ ഏത് സത്യസന്ധനും ഏത് നീതിമാനും ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിനും പറ്റി ഒരബദ്ധം. എന്ത് അബദ്ധമാണ് അദ്ദേഹത്തിന് പറ്റിയത്? അദ്ദേഹം ഒരു ദിവസം കാട്ടിൽ നായാട്ടിന് പോയ സമയത്ത് അദ്ദേഹത്തിന് വല്ലാതെ ദാഹം തോന്നി. ആ ദാഹം മാറ്റാനായിട്ട് അദ്ദേഹം അടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് ചെന്നു. ശമീക മഹർഷിയുടെ ആശ്രമത്തിലേക്കാണ് അദ്ദേഹം ചെന്നത്. ആ സമയത്ത് മഹർഷി അവിടെ ധ്യാനത്തിലിരിക്കുകയായിരുന്നു. ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ രാജാവ് വന്നതും ദാഹജലം ചോദിച്ചതും ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ രാജാവിന് കലശലായ ദേഷ്യം വന്നു. അദ്ദേഹം അവിടെ ഒരു പാമ്പ് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ പാമ്പിന്റെ ജഡമെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടു. ആ സമയത്തും മഹർഷി അറിഞ്ഞില്ല കേട്ടോ. അദ്ദേഹം ധ്യാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ആ ദേഷ്യം അടങ്ങാതെ പെട്ടെന്ന് ചെയ്തു പോയതാണ്. എന്നാൽ മഹർഷിയുടെ പുത്രൻ ശൃംഗി ഇത് കണ്ടു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അച്ഛന്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു മഹാപരാധം ചെയ്ത ആൾ ഇന്നേക്ക് 7-ാം നാൾ തക്ഷകന്റെ കടിയേറ്റ് മരിക്കട്ടെ എന്ന് ശപിച്ചു. തക്ഷകൻ എന്ന ആ ഒരു ഉഗ്രവിഷമുള്ള പാമ്പിന്റെ കടിയേറ്റ് മരിച്ചോട്ടെ എന്ന് അദ്ദേഹം ശപിച്ചു.
ഈ ശാപം പരീക്ഷിത്ത് മഹാരാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത്ര പരിഭ്രമമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇന്നത്തെ കാലത്തെ ആളുകൾ പറയാറുള്ളത് അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു എന്നും കടലിന്റെ നടുക്ക് കൊട്ടാരം കെട്ടി അവിടെ താമസമാക്കിയെന്നും എങ്ങനെയെങ്കിലും എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു എന്നും അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ജനിച്ചാൽ എല്ലാവർക്കും ഒരു ദിവസം മരണം ഉണ്ടാവും ലേ. അപ്പോ ആ മരണത്തിനെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷെ ആ മരണത്തിനെ സ്വീകരിക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം വിചാരിച്ചു ഈ ജീവന് മുക്തി നേടാൻ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ അദ്ദേഹം സപ്താഹം കേൾക്കുക അല്ലെങ്കിൽ ഭാഗവതം ശ്രവിക്കുക എന്ന ആ ഒരു മാർഗമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ശ്രീ ശുക ബ്രഹ്മർഷിയിൽ നിന്നും അദ്ദേഹം ഈ ഭാഗവതം കേൾക്കാനിട വന്നു. ഇങ്ങനെ ഭാഗവതം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായ മാറ്റം എന്താണെന്നറിയോ? അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഇങ്ങനെ ഭാഗവതം കേട്ട് ആദ്യ ദിവസങ്ങളിൽ ഭാഗവതം കേട്ട് ആ ഭഗവത് കഥയൊക്കെ എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന് ഈ ലോകവുമായിട്ടുള്ള ബന്ധമേ വിട്ടു. അദ്ദേഹത്തിന്റെ ആ ഭൗതികമായ ചിന്തകളെല്ലാം വെടിഞ്ഞ് ആത്മീയമായ ഔന്നത്യത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. കാരണം എന്താ? അദ്ദേഹത്തിനോട് പറഞ്ഞു ഇനി വരാൻ പോകുന്ന തലമുറ, അതായത് അദ്ദേഹത്തിന്റെ മകനെ രാജ്യഭാരം ഏൽപ്പിച്ച് അദ്ദേഹം പോയി കഴിഞ്ഞാൽ മകന് അച്ഛനെ കൊന്നു കളഞ്ഞ തക്ഷകനോട് ദേഷ്യവും പകയും വരും എന്നും ഈ തക്ഷകന്റെ വംശമായ പാമ്പിന്റെ വംശം സർപ്പങ്ങളെ എല്ലാം അദ്ദേഹം ഒരു യാഗത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നും അതിന് അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹത്തിന് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പരീക്ഷത്തിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ അദ്ദേഹം നോക്കിക്കോട്ടെ, എനിക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരൂ എന്നായി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ. അതായത് ഭൗതിക ലോകത്തുള്ള എല്ലാത്തിൽ നിന്നും വിട്ട് ഈശ്വരനിൽ വിലയം പ്രാപിക്കാൻ അദ്ദേഹത്തിന് ആ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സാധിച്ചു. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 7 ദിവസം കൊണ്ട് ദുന്ധുകാരിക്ക് മോക്ഷം കിട്ടിയ കഥ. അതേപോലെ തന്നെ 7 ദിവസം കൊണ്ട് പരീക്ഷിത് മഹാരാജാവിനും ഇങ്ങേ ലോകത്ത് നിന്ന് അങ്ങേ ലോകത്തേക്ക് സുകൃതിയായി പോവാൻ സാധിച്ചു. 7ാമത്തെ ദിവസം അദ്ദേഹത്തിന് തയ്യാറാക്കി വെച്ചിരുന്ന പഴങ്ങളിൽ ഒന്നിൽ ഒരു പുഴുവിന്റെ രൂപം സ്വീകരിച്ചെത്തിയ തക്ഷകൻ അദ്ദേഹത്തിനെ ദംശിക്കുകയും അദ്ദേഹത്തിന്റെ കാലം കഴിയുകയും ചെയ്തു എന്നാണ് കഥ. എന്തായാലും ആ പരീക്ഷിത് മഹാരാജാവിന് മോക്ഷം ലഭിച്ചതുപോലെ ഏതെങ്കിലുമൊക്കെ ജന്മത്തില് നമുക്കും ഇതുപോലെ ഉയരാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പനിൽ വിലയം പ്രാപിക്കാൻ സാധിക്കട്ടെ. ഈ ജനന മരണ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചിതരാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ധന്യാകൃഷ്ണൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി എനിക്ക് BP വളരെ ലോ ആണ്, എപ്പോഴും തല ചുറ്റുന്നത് പോലെയും തലയ്ക്ക് ഭാരം പോലെയും. നാരായണീയം വായിക്കാറുണ്ട്, നാരായണനാമം ചൊല്ലാറുണ്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മറുപടി തരണേ എന്ന്. ഉപ്പ് കൊണ്ട് തുലാഭാരം തൂക്കിക്കോളൂ, ശ്രീ ഗുരുവായൂരപ്പന് ഉപ്പ് കൊണ്ടുവന്ന് സമർപ്പിച്ചോളൂ. സാധാരണ നമ്മൾ ലോ BP ആണെങ്കിലും ഹൈ BP ആണെങ്കിലും BPയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ലോ BP ആണെങ്കിൽ നമ്മൾ ഉപ്പിട്ട വെള്ളം കുടിക്കും, നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സംഭാരമോ ഒക്കെ കുറച്ച് കുടിച്ചാൽ കുറച്ചൊരു ഉന്മേഷം വരാറുണ്ട്. അതല്ല ഹൈ BP ആണെങ്കിൽ നമ്മൾ ഉപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഉപ്പുമായിട്ട് റിലേറ്റ് ചെയ്യാറുണ്ട് എപ്പോഴും നമ്മൾ ഈ BPയുടെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പന് ഉപ്പ് കൊണ്ടുപോയി കൊടുത്ത് പ്രാർത്ഥിച്ച് നമസ്കരിക്കൂ, എന്തായാലും നേരെയാക്കി തരട്ടെ ഉണ്ണികൃഷ്ണൻ. അടുത്തതായിട്ട് സജിത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, സിന്ദൂര രേഖയിൽ സിന്ദൂരം തൊടുമ്പോൾ ജപിക്കേണ്ട മന്ത്രം ഒന്ന് പറഞ്ഞു തരുമോ? ശിവശക്തിയേക രൂപേണ നമ എന്ന് ഞാൻ സിന്ദൂരം തൊടുമ്പോൾ ജപിക്കാറുണ്ട്, അത് മതിയോന്ന്? എനിക്കറിയില്ല കേട്ടോ. നോക്കൂ, അതായത് നമ്പൂതിരി സമുദായത്തിൽ സിന്ദൂരം തൊടുക എന്നുള്ളത് ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമല്ല. നമുക്ക് വേണമെങ്കിൽ തൊടാം, ഇല്ലെങ്കിൽ തൊടണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ മുത്തശ്ശിയൊന്നും സിന്ദൂരം തൊട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ ഓർമ്മയിൽ മുത്തശ്ശനും ഉണ്ട്, പക്ഷെ മുത്തശ്ശി അങ്ങനെ സിന്ദൂരം തൊടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മയും വല്ലപ്പോഴും തൊടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ. എപ്പോഴും സിന്ദൂരം അങ്ങനെ വാരി തൊടാറൊന്നുമില്ല, ഇടയ്ക്കൊക്കെ തൊടും ഇടയ്ക്കൊന്നും തൊടില്ല, അങ്ങനെയായിരുന്നു. കാരണം അതൊരു കമ്പൽസറി അല്ല, ഒരു ആചാരമല്ല. അതുകൊണ്ട് തന്നെ എനിക്കത് തൊടുന്ന രീതിയോ അല്ലെങ്കിൽ അത് തൊടുമ്പോൾ ജപിക്കേണ്ട മന്ത്രത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ല. ഞാൻ തൊടാറുണ്ട്, മിക്കവാറും എല്ലാ ദിവസങ്ങളിലും സിന്ദൂരം ഞാൻ തൊടാറുണ്ട് കേട്ടോ. തൊടുന്ന സമയത്ത് എന്താ പറയുക, നെടുമംഗല്യം ഉണ്ടാവണേ, ദീർഘസുമംഗലി ആയിരിക്കാൻ സാധിക്കണേ ശ്രീ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വേറെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അടുത്തതായിട്ട്, ഈ അറിയില്ല എന്ന് പറയാൻ ഒരു ചോദ്യം എടുക്കണോ ചോദിച്ചാൽ, ഈ ചോദ്യകർത്താവ് എന്നിൽ നിന്ന് ഒരു ആൻസർ കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും ഇല്ലേ.
അപ്പോൾ അടുത്ത എപ്പിസോഡിലും ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല ചിലവർ വീണ്ടും വന്ന് കമൻറ്റ് ചെയ്യും. എനിക്കൊരു കമൻറ്റ് കൂടുതൽ കിട്ടും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവരെ ഞാനിങ്ങനെ കാത്തിരുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് ഒരു ധാരണയില്ല എന്ന് കേട്ടോ. അടുത്തതായിട്ട് ഗുരുവായൂരിൽ നാരായണീയ സപ്താഹം തുടങ്ങിയോ, എന്നാണ് അവസാനിക്കുക എന്നാണ് ഷൈമ ജയൻ എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ നാരായണീയ സപ്താഹം തോട്ടം ഇല്ലത്തിൻ്റെ വകയുള്ളത് മുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് ഒരു പുല വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം നാരായണീയ സപ്താഹം നടത്തുന്നില്ല. സാധാരണ ഉത്രാടത്തിൻ്റെ അന്ന് അവസാനിക്കാൻ പാകത്തിന് ഒരു നാരായണീയ സപ്താഹം തോട്ടം ഇല്ലത്തിൻ്റെ വക ഉണ്ടാവാറുണ്ട് കേട്ടോ. തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ നാരായണീയ സപ്താഹം കേൾക്കാൻ ഈ ഉള്ളവൾക്കും സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ തോട്ടം ശ്യാം നമ്പൂതിരിയാണ് കൊണ്ട് നടത്താറുള്ളത്. അപ്പോൾ വില വന്ന സ്ഥിതിക്ക് ആ ഇല്ലത്തുനിന്ന് ആർക്കും വരാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ അത് മുടങ്ങിയ ഒരു സാഹചര്യമാണ് ഉള്ളത് കേട്ടോ. അടുത്തതായിട്ട് ഒരു കൃഷ്ണാനുഭവം വായിക്കാം കേട്ടോ. മോളി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഒരു അനുഭവം പറയട്ടെ. ഇത് കുറേ പേര് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയാം. ഞാൻ കഴിഞ്ഞ മാസം ഗുരുവായൂർ വന്നപ്പോൾ റൂമിൽ വെച്ച് എൻ്റെ കാല് തട്ടി വിരലൊന്ന് മടങ്ങി പോയി. നല്ല വേദനയായിരുന്നു. എന്നാലും അതും വെച്ച് ഞാൻ ഭഗവാനെ, നമ്മുടെ ഉണ്ണിക്കണ്ണനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം നല്ല വേദനയായിരുന്നു. ഡോക്ടറെ കാണിച്ചിട്ടും കുറയുന്നുണ്ടായിരുന്നില്ല. കാല് തറയിൽ വെക്കാൻ പറ്റാത്ത അത്രയും വേദനയായിരുന്നു. ഞാൻ പൂജാ റൂമിൽ ചെന്ന് എൻ്റെ താമരക്കണ്ണനെ നോക്കി പറഞ്ഞു, ഞാൻ എല്ലാ മാസവും വരുന്നതല്ലേ ഭഗവാനെ കാണാൻ. അടുത്ത മാസത്തേക്കുള്ള ടിക്കറ്റ് എടുക്കണമെന്നുണ്ട്. ഈ കാലുവേദന എനിക്കൊന്ന് മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് ആടിയ എണ്ണയിട്ട് നല്ലപോലെ തിരുമ്മി. അതിശയം എന്ന് പറയട്ടെ, കാലുവേദന മാറി, മടങ്ങിയിരുന്ന വിരലൊക്കെ നേരെയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ഒരുപാട് തവണ ഈ ആടിയ എണ്ണയുടെ അനുഭവം. എന്നാലും അത് എത്ര കേട്ടാലും പിന്നെയും നമുക്ക് കേട്ടാൽ മതിയാവില്ല അല്ലേ. അത്രയധികം മാജിക്കൽ പവറാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആടിയ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളത് എന്ന് ഒന്നുകൂടി മനസ്സിലാക്കുന്നു അല്ലേ. അടുത്തതായിട്ട് കുറേ ചോദ്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അതാ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണത് കേട്ടോ. ഓക്കെ, നീതു രജീഷ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സരിത ചേച്ചി നമസ്കാരം. ഭഗവാന്റെ കൃപയാൽ സരിത ചേച്ചി ഈ ചോദ്യം കാണുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കൊരു മറുപടി തരണേ. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന് രാത്രിയിൽ കിടന്നാൽ ഉറക്കമില്ല. അസുഖങ്ങളൊന്നുമില്ല കേട്ടോ. ഓരോ ചിന്തകൾ മനസ്സിൽ വരികയാണ്. അതായത് നല്ല കാര്യങ്ങളായാലും ആലോചിക്കും, ടെൻഷൻ ഉള്ളതായാലും ആലോചിച്ച് കിടന്ന് ഉറക്കം വരില്ല. പുലർച്ചെ ആകുമ്പോഴാണോ ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത്. പൊതുവെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ ആകുന്ന ഒരു പ്രകൃതമാണ് അദ്ദേഹം. അബുദാബിയിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൈവശം നാരായണീ ഉണ്ട്. പക്ഷെ അവിടുത്തെ സാഹചര്യം മൂലം പാരായണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാറില്ല. ഞാൻ നാരായണീയം എന്നും പാരായണം ചെയ്യാറുണ്ട്. പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എല്ലാ മാസവും ഗുരുവായൂർ വരാറുണ്ട്. അദ്ദേഹത്തിന് ഈ പ്രശ്നത്തിൽ നിന്ന് മാറ്റമുണ്ടാകാൻ, ഉറക്കം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? നാരായണീയം ഏത് ദശകമാണ് പാരായണം ചെയ്യേണ്ടത്? അങ്ങനെയില്ല, നാരായണീയത്തിലെ ഏത് ദശകം വേണമെങ്കിലും നമുക്ക് ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് കേട്ടോ. ഇന്ന ദശകം എന്നൊന്നുമില്ല. അദ്ദേഹത്തിന് നാരായണീയ പാരായണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനോട് നാമം ചൊല്ലിക്കോളാൻ പറയൂ. നാരായണ 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 നാരായണ. പറ്റുകയാണെങ്കിൽ അദ്ദേഹത്തിനോട് ഒരു ടാലി കൗണ്ടർ വാങ്ങിയിട്ട് നാരായണ നാമം ചൊല്ലാൻ പറയൂ. ഈ ടാലി കൗണ്ടർ ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയാലോ, ഉറക്കമില്ലാത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് എത്ര കണ്ട് നാമം ജപിക്കാൻ പറ്റുന്നുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചോട്ടെ. നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ പോയിക്കോട്ടെ. പക്ഷെ ഒപ്പം നാമവും കൂടി പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ ശ്രീ ഗുരുവായൂരപ്പൻ കൊണ്ട് നടത്തുക തന്നെ ചെയ്യും. ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ബ്ലാങ്ക് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു ചോദ്യം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയം ഇതാണ്: നാരായണനാമം എപ്പോഴും അദ്ദേഹത്തിനോട് ചൊല്ലാൻ പറയൂ. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ചിന്തകളും ബുദ്ധിമുട്ടുകളും എല്ലാം നേരെയാക്കി ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിന് വേണ്ടതുപോലെ ആരോഗ്യവും ഉറക്കവും എല്ലാം നൽകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, പ്രസീത എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം സവിതാജി, ഒരു സംശയം ചോദിച്ചോട്ടെ. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചൊല്ലേണ്ടുന്ന കൃഷ്ണ മന്ത്രം പറഞ്ഞു തരാമോ? ദുസ്വപ്നം കാണാതിരിക്കാനുള്ള നാമമോ മന്ത്രമോ എന്തെങ്കിലും പറയാമോ എന്ന്?
ദുസ്വപ്നം കാണാതിരിക്കാൻ ഏറ്റവും നല്ലത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരം കേൾക്കുക എന്നുള്ളതാണ്. ഉച്ചപൂജ അലങ്കാരം ഒരു ദിവസത്തെ കേട്ടിട്ട് അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മൾ വേറെ എല്ലാം മറന്നുപോകും. ഉണ്ണികൃഷ്ണന്റെ എന്തെങ്കിലും ഒരു ബാലലീല ഓർത്ത് നോക്കൂ, നമ്മളെല്ലാം മറന്നുപോകും. അതിന് പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ മന്ത്രങ്ങളൊന്നും ഇപ്പം എൻ്റെ നാവിൽ വരണില്ല. പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും ഓർമ്മ കിട്ടണില്ല കേട്ടോ. ഒന്നാമത് മന്ത്രം ചൊല്ലാനൊക്കെ എനിക്ക് നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. ഇന്നാളെ ഞാൻ മന്ത്രം ചൊല്ലിയതിൽ ഒരു തെറ്റുണ്ട്. അതായത് ഏതൊരു മന്ത്രം ഞാൻ ചൊല്ലിയതിൽ ഒരു യൽ എന്നാണ് ഞാൻ പറഞ്ഞത്. യത് എന്നാണ് പറയേണ്ടത്. യാ ത ചന്ദ്രക്കല യത് എന്നാണ് പറയേണ്ടത്. യൽ എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു. അത് ശരിയാണ്. സംസ്കൃത ഉച്ചാരണം കുറച്ചുകൂടിയൊക്കെ ശുദ്ധീകരിക്കാനുണ്ട് എനിക്ക്. അതുകൊണ്ട് പെട്ടെന്നൊരു മന്ത്രം ചോദിച്ചാൽ ഞാൻ പറയുന്നതല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ണികൃഷ്ണനെ ഇമാജിൻ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു AI ഫോട്ടോ കണ്ടാൽ, അതും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണന്റെ എന്തെങ്കിലും ഒരു ബാലലീലയെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഒരു ദുസ്വപ്നത്തിനെയും പേടിക്കാതെ കിടന്നുറങ്ങാൻ സാധിക്കുക ചെയ്യൂ കേട്ടോ. അതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. മന്ത്രത്തിന്റെ കാര്യം ഞാൻ ഓർത്ത് വെച്ച് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു. 2 ദിവസമായിട്ട് സാർ വളരെ കുറച്ച് നേരെ വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നവരോട്, കുറച്ച് പേരെ കാണുന്നുള്ളൂ, കൂടുതൽ പേര് കാണട്ടെ, എന്നിട്ട് ഞാൻ കൂടുതൽ ദൂരം പോകാനുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തുൽപ്രസാദായ ഭൂയാൽ ശ്രീ ഗുരുവായൂരപ്പ തുൽപ്രസാദായ ഭൂയാൽ. സർവരോഗ വിനാശന സർവപാപ വിനാശന സർവദുഃഖ വിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.